97% ഇൻകം ടാക്സോ? അതെ, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. 1973 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് അന്നത്തെ ഗവൺമെന്റ് കൊണ്ടുവന്ന ടാക്സ് രീതിയിൽ വരുമാനത്തിന്റെ 10 to 85% വരെ ടാക്സ് അടക്കണമായിരുന്നു. അതായത് ആനുവൽ ഇൻകം, അതായത് ഒരു വ്യക്തിയുടെ ആനുവൽ ഇൻകം ഇപ്പോൾ സപ്പോസ് 2 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ ആ വ്യക്തിക്കായിരുന്നു 85% ടാക്സ് അടക്കേണ്ടിയിരുന്നത്. ഇനി ഇതും പോരാഞ്ഞിട്ട് ഒരു സർടാക്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു എക്സ്ട്രാ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 15% വേറെയും ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 15% ഓഫ് 85% പ്ലസ് അനദർ 85%, അങ്ങനെ ടോട്ടൽ 97% ടാക്സ് ആയിരുന്നു ഈ 2 ലക്ഷമോ അതിൽ കൂടുതലോ ആനുവൽ ഇൻകം ഉള്ള ഒരു വ്യക്തി അടക്കേണ്ടിയിരുന്നത്. സത്യത്തിൽ ഗവൺമെന്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്നത്തെ രാജ്യത്തെ പോവർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അത് ഗവൺമെന്റിന് തന്നെ മറ്റൊരു തിരിച്ചടിയാവുകയാണ് ഉണ്ടായത്. കാരണം ഇത്രയധികം ടാക്സ് റേറ്റ് കൂടിയപ്പോൾ ആളുകൾ മൊത്തത്തിൽ പാനിക്കായി, രാജ്യത്തെ ജനങ്ങൾ മൊത്തം പാനിക്കായി തുടങ്ങി. അങ്ങനെ ഇവർ ടാക്സ് വെട്ടിക്കാനായിട്ട്, അതായത് പൈസ സേവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ടാക്സ് ഫ്രോഡുകളിലും അഴിമതികളിലൊക്കെ ആയിട്ട് ഏർപ്പെടാനായിട്ട് തുടങ്ങി. തുടർന്ന് അടുത്ത വർഷം ഗവൺമെന്റ് 97% നിന്ന് 75% രാജ്യത്തെ ഇൻകം ടാക്സ് കുറയ്ക്കുകയാണ് ഉണ്ടായത്.